പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 34 സങ്കീർത്തനം 8 വാക്യം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. യഹോവ നല്ലവൻ. യഹോവ ആർക്കാ നല്ലവൻ? അവൻ എല്ലാവർക്കും നല്ലവനാ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നല്ലവൻ. ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന ദൈവപൈതലേ, നീ ഏത് വ്യക്തിയാണെങ്കിലും, നീ എവിടെയാണെങ്കിലും, നിൻ്റെ ജീവിത സാഹചര്യം എന്താണെങ്കിലും, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ നല്ലവനത്രേ. അവൻ നല്ലവനായ ദൈവം. യേശുവിൻ്റെ അടുക്കൽ വന്ന പാപിനിയായ സ്ത്രീക്കും അവൻ നല്ലവനായിരുന്നു. ഹല്ലേലൂയ. ബർത്തിമായിക്ക് അവൻ നല്ലവനായിരുന്നു. അവൻ ചുങ്കക്കാർക്കും പാപികൾക്കും നല്ലവനായിരുന്നു. ഈ രാവിലെ സമയം നമ്മളോടും പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ നല്ലവൻ. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ മതിയായ ദൈവം. സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനായ ദൈവം. ഹല്ലേലൂയ. ജീവിതത്തിൽ ഏത് സാഹചര്യമാണോ, ഏത് ആവശ്യമാണോ, യേശുവിനെ ഒന്ന് വിളിച്ചപേക്ഷിക്കുമെങ്കിൽ നിങ്ങളുടെ അരികെ അവനുണ്ട്. നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, നിങ്ങളുടെ ശാപത്തെ എടുത്തു മാറ്റുവാൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റുവാൻ യേശു നല്ലവനത്രേ. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരുവനെ പോലും അവൻ കൈവിടത്തില്ല. തൻ്റെ അടുക്കൽ തന്നെ വിളിച്ചുകൊണ്ട് വരുന്ന ഏത് വ്യക്തിയെയും അവൻ സ്വീകരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, യേശു ഒരു വീട്ടിലുള്ളപ്പോൾ അനേകർ കൂടി വന്ന ഓരോരുത്തർക്കും അവൻ നല്ലവനായിരുന്നു. പലവിധ രോഗികൾ വന്നു, അവർക്കെല്ലാം അവൻ നല്ലവനായിരുന്നു. ഇന്ന് രാവിലെ എത്ര പേരെന്ന് വിളിച്ചു പറയും, യഹോവ നല്ലവൻ, യഹോവ എനിക്ക് നല്ലവൻ, എൻ്റെ വീടിന് നല്ലവൻ, എൻ്റെ കൂട്ടായ്മയിൽ അവൻ നല്ലവൻ, എൻ്റെ ആവശ്യങ്ങളിൽ അവൻ നല്ലവൻ. ഹല്ലേലൂയ. ഏത് വ്യക്തിയെയും ഒരുവനെ പോലും തള്ളിക്കളയാതെ സ്വീകരിക്കുന്നവൻ അത്രേ കർത്താവ്. 2, ദൈവം ഹല്ലേലൂയ വ്യക്തി ജീവിതങ്ങളെ മാത്രമല്ല, ഏത് സാഹചര്യത്തിലും അവൻ നല്ലവനാ. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് അവൻ നല്ലവനാ. കാരാഗ്രഹത്തിൽ കയ്യും കാലും ആമത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും ഹല്ലേലൂയ പൗലോസിനും ശീലാസിനും ഒന്നേ പറയാനുള്ളൂ, എൻ്റെ കർത്താവ് നല്ലവൻ. അതുകൊണ്ടാണ് അഭിഷിക്തന്മാരെപ്പോഴും ഇങ്ങനെ പാടി ആരാധിക്കുന്നത്, യഹോവ നല്ലവൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനാ. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും അവൻ നല്ലവനാ. കാരാഗ്രഹത്തിൽ കിടക്കുന്നവനും ധൈര്യത്തോടെ പറയാൻ സാധിക്കും, എൻ്റെ കർത്താവ് ഹല്ലേലൂയ നല്ലവനാ. ഈ കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും അവനൊരു പദ്ധതിയുണ്ട്. അപ്പസ്തോലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു. നോക്ക്, ജീവിതത്തിൽ കടന്നുപോയ സാഹചര്യങ്ങൾ നന്മയ്ക്കാ. അവിടെയും ദൈവം നല്ലവനാ. ജോസഫിൻ്റെ ജീവിത ചരിത്രവും നമുക്ക് നന്നായിട്ടറിയാം. അപ്പൻ്റെ പ്രിയപുത്രനായി വളർന്നവൻ, അപ്പൻ്റെ ഹല്ലേലൂയ ലാളനയിൽ വളർന്നവൻ. സഹോദരന്മാർ പകച്ചു, സ്വപ്നക്കാരൻ എന്ന് പറഞ്ഞ് കളിയാക്കി. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഏറ്റവും ഹല്ലേലൂയ വിഷമകരമായിരുന്നു. താൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു, താൻ പൊട്ടക്കുഴിയിൽ വീഴ്ത്തപ്പെട്ടു. ഹല്ലേലൂയ. പൊത്തിഫറിൻ്റെ വീട്ടിൽ പ്രലോഭനത്തിൽ അകപ്പെട്ടു. അവർ പരീക്ഷിച്ചു. കാരാഗ്രഹത്തിലും കൂടെ നിന്നവർ സപ്പോർട്ട് ചെയ്തില്ല. എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഹല്ലേലൂയ താൻ അതിജീവിച്ച് മിസ്രൈമിലെ 2ാമനായി ഉയർത്തപ്പെട്ടപ്പോൾ ഇതാ അദ്ദേഹം പറയുന്ന ടെസ്റ്റിമണി ഇങ്ങനെയാ, ഹല്ലേലൂയ ഇന്നുള്ളതുപോലെ സകല ജനത്തിനും ജീവരക്ഷയ്ക്കായി എൻ്റെ ദൈവം നന്മയ്ക്കാക്കി എല്ലാത്തിനെയും മാറ്റി. ദൈവം ഏത് സാഹചര്യത്തിലും നന്മയ്ക്കാക്കി മാറ്റുവാൻ മതിയായവനത്രേ. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നിങ്ങളുടെ സാഹചര്യം ഏതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അറിയുന്ന ഒരു ദൈവം പറയുന്നു, നിങ്ങളുടെ ആ സാഹചര്യത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ പ്രശ്നങ്ങളിൽ എൻ്റെ കർത്താവ് മതിയായവനത്രേ, എൻ്റെ കർത്താവ് മാറാത്തവനത്രേ. ഇതാ 3-ാമതായി, യഹോവ നല്ലവൻ. ആർക്കാ നല്ലവൻ? ഹല്ലേലൂയ. ഏത് പ്രശ്നത്തിനും ഏത് ആവശ്യത്തിനും അവൻ നല്ലവനാ. ഹല്ലേലൂയ. ദൈവം ഏത് വ്യക്തിക്കും നല്ലവനാ, ഏത് സാഹചര്യത്തിലും അവൻ നല്ലവനാ. ഇതാ 3-ാമതായി നാം ചിന്തിക്കുന്നത്, അവൻ ഏത് ആവശ്യത്തിനും നല്ലവനായ ദൈവം. ഏത് ആവശ്യമാണോ നിങ്ങൾക്കുള്ളത് ആ ആവശ്യത്തിന് അവൻ മതിയായവനാ. നിങ്ങൾക്കറിയാം, ജീവിതത്തിൽ പലതിനും സ്പെഷ്യാലിറ്റികളുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഓരോ പ്രോഡക്റ്റിനും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഓരോ വിഷയത്തിനും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഹല്ലേലൂയ. ഒരു സ്കൂളിൽ പോയാൽ ഹല്ലേലൂയ ഓരോ സബ്ജക്റ്റിനും പ്രത്യേകം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എന്നാൽ നോക്ക്, യേശുവിൻ്റെ അടുക്കൽ ഏത് വിഷയവുമായിട്ട് വന്നോ, ഏത് ആവശ്യവുമായിട്ട് വന്നോ അവൻ മതിയായവനാ, അവൻ സർവശക്തനാ. അതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ സർവശക്തനായ ദൈവമാ. ഈ രാവിലെ വചനം കേൾക്കുന്ന ദൈവവൈതലേ,
നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ട്. കടഭാരമാണോ, അവൻ അതിന് പരിഹാരമുണ്ട്. നിങ്ങളുടെ രോഗമാണോ, അവൻ സൗഖ്യം തരാൻ മതിയായവനാ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള വേവലാതികളാണോ, ദൈവം നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. ഏത് ആവശ്യത്തിനും അവൻ മതിയായവനാ. പല രോഗികളും വന്നു, പല രോഗത്തിനും അവൻ സൗഖ്യം കൊടുത്തു. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു വന്നവരുണ്ട്, യുദ്ധക്കളത്തിലായിരുന്നവരുണ്ട്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിനും യേശു മതിയായവനാ. ഇന്ന് പകൽക്കാലം നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ജീവിതത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കുക. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനെക്കാട്ടിലും മുമ്പേ കർത്താവിൽ ആശ്രയിക്കുക. കർത്താവ് വിശ്വസ്തനാ, കർത്താവ് മതിയായ ദൈവമാണ്. അവൻ ആവശ്യങ്ങളിൽ മതിയായ ദൈവം, അവൻ ഏത് വ്യക്തികൾക്കും മതിയായ ദൈവം, അവൻ ഏത് സാഹചര്യത്തിലും മതിയായ ദൈവം. നമുക്ക് ഒരിക്കൽ കൂടെ വിളിച്ചു പറയാം, യഹോവ നല്ലവൻ, എൻ്റെ യേശു എനിക്ക് നല്ലവൻ, എൻ്റെ യേശു എൻ്റെ ആവശ്യങ്ങളിൽ നല്ലവൻ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവൻ നല്ലവൻ, അവൻ കൈവിടാത്തവൻ, അവൻ ഉപേക്ഷിക്കാത്തവൻ, അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.